ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നിങ്ങളെ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന, നിങ്ങൾ ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാകും, പക്ഷെ അതിന്റെ യഥാർത്ഥ വസ്തുതകൾ, ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോ വഴി നോക്കാം. പുതിയ സർക്കാർ വന്നു, പുതിയ വിദ്യാഭ്യാസ വകുപ്പ് വന്നു, വിദ്യാഭ്യാസ മന്ത്രി പുതിയതാണ്, പുതിയ തീരുമാനങ്ങൾ ഓരോന്നായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ പറയുന്ന കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക്, അതായത് പെൺകുട്ടികൾക്ക്, കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് പ്രതിമാസം 1000 രൂപ വെച്ച് നൽകുന്ന ആ ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ആ ഒരു പദ്ധതി നടപ്പാക്കാനുള്ള കണക്കെടുപ്പുകൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അതായത് ഇപ്പോൾ +2 കഴിഞ്ഞ് അടുത്ത കോളേജിൽ ചേരാൻ പോകുന്ന വിദ്യാർത്ഥികൾ, ഇത് ഇപ്പോൾ കോളേജിൽ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഇതെല്ലാം കൂടി കൂട്ടി കേരളത്തിൽ ഏകദേശം പല യൂണിവേഴ്സിറ്റികളുടെ കീഴിലായിട്ട് 7 ലക്ഷത്തോളം പെൺകുട്ടികളുണ്ട് എന്ന കണക്കെടുപ്പാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ, മറ്റേ എലിജിബിലിറ്റി ഒക്കെ എന്തായാലും വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷേ നിലവിലെ ഇന്ദിരാ ഗ്യാരണ്ടി അനുസരിച്ച് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന സ്കീം എന്ന് വെച്ചാൽ അതിൽ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഈ പറയുന്ന പോലെ ഗുണകരമാകാനുള്ള ഒരു സാധ്യത, നിങ്ങളുടെ സാമ്പത്തികമായിട്ട് നിങ്ങളുടെ വീട്ടുകാരെ തന്നെ സഹായിക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്നു. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇതും വീണ്ടും പെൺകുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. കാരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല, അതായത് നമ്മുടെ രാജ്യത്തിന് മുന്നിൽ തന്നെ മാതൃകയാക്കിക്കൊണ്ട് ഇപ്പോൾ ഇതാ ഒരു വളരെ വലിയ പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതായത് വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം വരെ ആർത്തവ അവധി എന്ന് പറയുന്നത് ഒരു മാതൃകയാക്കാൻ പറ്റുന്ന, വളരെ സ്വീകാര്യമായിട്ടുള്ള, വിദ്യാർത്ഥികളുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പല പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു തീരുമാനം. അത് പല പാരൻസിനെ സംബന്ധിച്ചാലും സമൂഹത്തിന് തന്നെ ഒരു ഉണർവ് നൽകട്ടെ, പല പെൺകുട്ടികൾക്കും അതൊരു ആശ്വാസമാകട്ടെ, വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗമന ചിന്തയുടെ തുടക്കമാകട്ടെ ഇത് എന്ന് പറയുന്നു. കാരണം ഒരുപാട് മേഖലയിൽ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കിടയിൽ തന്നെ അത് നടപ്പാക്കുമ്പോൾ അത് വലിയൊരു സല്യൂട്ട് അർഹിക്കുന്ന തീരുമാനം തന്നെയാണ്, ചരിത്രപരമായിട്ടുള്ള തീരുമാനം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പാരൻസ് ആണെങ്കിലും രക്ഷകർത്താക്കളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.